അവിടെ ഇന്നലെ കണ്ടില്ലേ, അത് അവർക്ക് പറ്റുന്നില്ല. കഴിയില്ല. അതാണ് വിഷയം. അവർക്ക് രാഷ്ട്രീയമായിട്ട് ഷാഫിയെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുക, അപഹസിച്ച് അപകീർത്തിപ്പെടുത്തി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ ആ കോഴിക്കോട് റൂറൽ SP ബൈജു അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പൊതുവേദിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ തങ്ങളെ ലാത്തിച്ചാർജ് നടത്തിയിട്ടില്ല, പക്ഷേ തങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലര് മനഃപൂർവ്വം ആ പ്രശ്നങ്ങൾ കുഴപ്പമുണ്ടാക്കാനായിട്ട് ശ്രമം നടത്തി പുറകിൽ നിന്നും ഷാഫിയെ അടിച്ചു എന്ന് ആ CPM പോലീസുകാരൻ പറയുന്നുണ്ട്. അപ്പൊ CPMകാർക്ക് എന്താ പറയാനുള്ളത്? ഒപ്പം തന്നെ ഈ പറയുന്ന പോലീസുകാർക്ക് ഇങ്ങനെ ഞങ്ങൾക്കെതിരെ ഗ്രനേഡ് എറിഞ്ഞു അല്ലെങ്കിൽ ഒരു സ്ഫോടക വസ്തു എറിഞ്ഞു അദ്ദേഹം അപ്പോഴും പറയുന്നില്ല. ഈ പറയുന്ന റൂറൽ SP ആണല്ലോ അത് പറയേണ്ട അദ്ദേഹം, അല്ലെങ്കിൽ അവിടെയുള്ള പോലീസുകാർ ആരെങ്കിലും ഇത്തരം ഒരു കാര്യം പറയണം. ഇതുവരെ അത്തരം ഒരു കാര്യം പറയുക അല്ലെങ്കിൽ അത്തരം സംഭവം ഉണ്ടെങ്കിൽ കേസ് എടുക്കാം, അല്ലെ? ബോംബ് എറിഞ്ഞതിന്റെ ഒക്കെയുള്ള സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരമുള്ള കേസുകളൊക്കെ എടുക്കാം. അത്തരത്തിലുള്ള കേസുകളൊന്നും എടുക്കുകയോ ആ രീതിയിൽ എന്തെങ്കിലും ആരോപണങ്ങൾ അല്ലെങ്കിൽ ഒരു വാദം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഓരോ തരത്തിലും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഷാഫിയെ നേരിടുക, രാഷ്ട്രീയമായിട്ട് നേരിടാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തെ കായികമായിട്ട് നേരിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അതൊക്കെ തന്നെ അവർക്ക് തിരിച്ചടിയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർ എത്രത്തോളം ഷാഫിയെ ഈ ശാരീരികമായിട്ടില്ല, രാഷ്ട്രീയമായിട്ട് ഇല്ലാതാക്കാൻ നമുക്ക് രാഷ്ട്രീയമായിട്ട് വിമർശിക്കാം, അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ശാരീരികമായിട്ട് ഷാഫി എത്രത്തോളം ഇവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതിന്റെ 100 ഇരട്ടി ശക്തിയോടുകൂടി ഷാഫി ഉയർന്നു വരാൻ തന്നെയാണ് സാധ്യത. അതിനുള്ളൊരു പിന്തുണ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്നുണ്ട്.